ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നമ്മുടെ സുധീഷ് നിധിയും കൂട്ടിക്കൊണ്ട് ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ്. സുനന്ദയുടെ കല്യാണ വിശേഷങ്ങളാണ് നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നത് ഗംഗാധരൻ. അങ്ങനെ ചായക്കടയിൽ വന്നിരുന്ന് കല്യാണ വിശേഷങ്ങളെക്കുറിച്ചും ഓഡിറ്റോറിയവും ഭയങ്കരമായ സദ്യയായിരുന്നു. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ചതിനെക്കാട്ടിലും തോനെ ആൾക്കാർ വന്നു എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഹരീഷും ചായ കുടിക്കാനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഹരീഷ് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ചായ കുടിക്കുന്ന അവിടുത്തെ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അനിയനെ വിളിക്കാൻ മോശമായിപ്പോയി. പിന്നെ അനിയൻ, ഞാൻ അവനെ എൻ്റെ അനിയനായിട്ട് കണ്ടിട്ടേ ഇല്ല, പിന്നില്ലേ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കുടുംബം ഒഴിവാക്കി നാട്ടിലുള്ള സർവ്വമാന ആൾക്കാരെയും വിളിച്ചതെന്നൊക്കെ അങ്ങനെ ഇവരുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തിയും കളിയാക്കിയൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് ഇതൊക്കെ കേട്ടങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ ദേഷ്യം കൂടിയിട്ട് ഹരീഷ് ഗംഗാധരൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതലും സംസാരിക്കേണ്ട, നിങ്ങളുടെ കല്യാണ പെണ്ണ് ഇന്നലെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അവൾ ഇന്നലെ നിങ്ങളുടെ സഹോദരിയും ഭർത്താവും വന്ന് കാല് പിടിച്ചതുകൊണ്ടാണ് അവൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് സുനന്ദ ഞങ്ങളുടെ സുഭാഷ് ചേട്ടൻ്റെ ഭാര്യയായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടാകുമായിരുന്നു എന്ന് പറയും. പിന്നെ ഗംഗാധരനൊന്നും മിണ്ടത്തില്ല. അപ്പോൾ അവിടം വരെയാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. അങ്ങനെ നിധി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയും, മാഡം നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇനി HR നാളെ വരും. വന്നതിന് ശേഷം നിങ്ങളുടെ ഇവിടുത്തെ ജോലിയെക്കുറിച്ചും സാലറിയെക്കുറിച്ചൊക്കെ പറയുമെന്ന് പറയും. അങ്ങനെ നിധി അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സുധീഷിനെ കാണത്തില്ല. സുധീഷിനെ വിളിക്കും. സുധീഷ് എവിടെ ഉണ്ട്? ഞാനിവിടെ നിൽപ്പുണ്ട് നിധി എന്ന് പറയും. അപ്പോഴേ അറിയാം, എന്താ ഇൻ്റർവ്യൂ കഴിഞ്ഞു? കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. അങ്ങനെ സുധീഷ് അങ്ങോട്ട് വരും. ആ സമയത്ത് നിധി ചോദിക്കും, എന്തായി? ഇൻ്റർവ്യൂ ഞാൻ സെലക്ട് ആയെന്ന് പറയും. ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു, അതിൽ 2 പേര് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറയും. ആഹാ എന്ന് പറഞ്ഞ് നിധി ഹഗ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിധി അങ്ങ് മാറും. എന്താ നിധി, സാധാരണ നമ്മൾ ഫ്രണ്ട്ലി സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഒന്ന് ഹഗ് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, അത് എന്താ, എന്നെ ഇപ്പോഴും ഒരു സുഹൃത്തായിട്ട് പോലും നിധി കണ്ടിട്ടില്ലേന്ന് ചോദിക്കും. കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിധി ഹഗ് ചെയ്യാൻ സമ്മതിക്കും. അപ്പോഴത്തേക്ക് സുധീഷിന് ഭയങ്കര സന്തോഷമാവും. സുധീഷ് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ നിധി ഹഗ് ചെയ്യാൻ സമ്മതിക്കുമെന്ന്. അങ്ങനെ വളരെ സന്തോഷപൂർവ്വം പറയും, ചിലവൊക്കെ ചെയ്യണം കേട്ടോ. ചിലവൊക്കെ ചെയ്യാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ജോലി കിട്ടുമെന്ന്. ഞാൻ ഇത്രയും വലിയൊരു കമ്പനിയിൽ, അതും ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അത് സക്സസ് ആയെന്നുള്ളത് വലിയ സന്തോഷമാണ് എന്ന് പറയും. എന്തായാലും എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ ശരിയാക്കി തരാൻ സുധീഷ് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറയും. ശരിയെന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടി തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്താണ് സുനന്ദയുടെ വീടാണ് അടുത്തത് കാണിക്കുന്നത്. സുനന്ദ സുഭാഷ് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാൻ റെഡിയാവുകയാണ്. ഉടനെ ലളിത ചോദിക്കും, നീ എങ്ങോട്ട് പോകാനാണ്? എനിക്ക് സുഭാഷ് ചേട്ടനെ കണ്ട് യാത്ര പറയണമെന്ന് പറയും. വേണ്ട, ഇനിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീ ഇന്ന് അശ്വിൻ്റെ ഭാര്യയാണ്, ആ കാര്യം നീ മറന്നു പോകരുത്. അത് അമ്മയെക്കാട്ടി കൂടുതൽ എനിക്കറിയാം. ഞാൻ സുഭാഷ് ചേട്ടൻ്റെ വീട്ടിൽ പോകുന്നത് അശ്വിൻ്റെ അനുവാദത്തോടു കൂടിയാണ്. നീ എന്താ സുനന്ദ ഈ പറയുന്നത്? എനിക്ക് എൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കാണുമെന്ന് അശ്വിനോട് പറഞ്ഞു. അശ്വിൻ തന്നെ പറഞ്ഞത് പോയിട്ട് വരാൻ. ഇനി എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും അല്ല, എൻ്റെ ഭർത്താവാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ പറയും, നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പറഞ്ഞ പയ്യനെ വിവാഹം കഴിച്ചു. എൻ്റെ ഇഷ്ടം നിങ്ങളൊരു പൊടി പോലും നോക്കിയില്ലെന്ന് പറയും. എനിക്കിഷ്ടമുള്ള ആളെ എനിക്ക് നേടിത്തരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സുനന്ദ വളരെ വിഷമപൂർവ്വം സംസാരിക്കുകയാണ്. ഇനി എല്ലാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്, എന്നെ തടയാൻ നിൽക്കരുതെന്ന് പറയും. അപ്പോഴത്തേക്ക് ലളിതയും ഗംഗാധരനും അങ്ങ് മാറി നിൽക്കുകയാണ്. അങ്ങനെ സുനന്ദ നേരെ സുഭാഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ സുഭാഷിന് ഒരു കോൾ വരും. സുഭാഷ് ചേട്ടാ ഇന്ന് ജോലിക്ക് വരുന്നതെന്ന് ചോദിക്കും. വരുന്നുണ്ടാന്ന് പറയും. അങ്ങനെ സുഭാഷ് ചേട്ടൻ സൈറ്റിൽ കൊണ്ടുപോകാനുള്ള ചോറും കറികളും ഒക്കെ എടുത്തു വെക്കുന്ന സമയത്ത് സുനന്ദയ്ക്ക് ഇഷ്ടമുള്ളൊരു കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉടനെ സുഭാഷ് ഓർക്കും. ഞാൻ കറി വെക്കുന്ന സമയത്ത് സുനന്ദ ഓടി വരും. കുറച്ച് എനിക്കൂടി തന്നെ സുഭാഷ് ചേട്ടൻ വെക്കുന്ന കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ അമ്മ പോലും ഇത്ര ടേസ്റ്റായിട്ട് ഫുഡ് ഉണ്ടാക്കത്തില്ല. പിന്നെ കുറച്ച് സുനന്ദയ്ക്ക് കൊടുക്കും, കുറച്ച് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കും. അതൊക്കെ ഓർത്ത് സുഭാഷിനും കരച്ചിൽ വരും. ആ സമയത്ത് സുഭാഷ് ചേട്ടാ എന്നൊരു വിളി വരും താഴേന്ന്. അപ്പോൾ സുഭാഷ് ആദ്യം കരുതും സുനന്ദയെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തോന്നിയതായിരിക്കും. ഇറങ്ങി വരുമ്പോൾ സുനന്ദയാണ്. അത് നീ എന്താ സുനന്ദ ഇപ്പോൾ ഇവിടെ? അത് ഞാൻ സുഭാഷ് ചേട്ടനെ കണ്ട് യാത്ര പറയാൻ വന്നതാണ്. ഞങ്ങൾ നാളെ ഇവിടുന്ന് പോവും. എനിക്കതിന് മുമ്പ് സുഭാഷ് ചേട്ടനെ ഒന്ന് കാണണമെന്ന് തോന്നി. എനിക്കൊരിക്കലും സുഭാഷ് ചേട്ടനെ മറക്കാൻ കഴിയില്ല. എൻ്റെ മനസ്സ് നിറയെ സുഭാഷ് ചേട്ടനാണ്. നമുക്ക് തമ്മിൽ ഒന്നിക്കാൻ ഈശ്വരൻ അനുവദിച്ചില്ലെന്ന് പറയും. അതങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരെ ഈശ്വരൻ വിധിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കത്തുള്ളൂ. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും, നീ സന്തോഷമായിട്ടിരിക്കണം. അത് തന്നെ എനിക്ക് വലിയ സന്തോഷമെന്ന് പറയും. സുഭാഷ് ചേട്ടൻ വിഷമിക്കരുത്, സുഭാഷ് ചേട്ടൻ നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് 2 പേരും തമ്മിൽ സംസാരിക്കും. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ നികേഷ് അങ്ങോട്ട് വരുന്നത്. നികേഷ് നോക്കുമ്പോൾ സുനന്ദയും സുഭാഷും തമ്മിൽ സംസാരിക്കുന്നു. ഇതെന്താ സുനന്ദ ഇന്ന് ഇവിടെ വന്നത്? ഇനി വിവാഹം കഴിഞ്ഞാണല്ലോ, പിന്നെ ഇനി സുഭാഷ് ചേട്ടൻ മതി എന്നങ്ങനെ തീരുമാനിച്ചോ? നികേഷിന് പല ആലോചനകളാണ്. നികേഷ് പെട്ടെന്ന് തന്നെ സുധീഷിനെ വിളിക്കും. എന്താടാ അത്, സുധീഷ് ചേട്ടൻ എവിടാ? ഞാൻ നിധിയായിട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയും.
അതെ ഇവിടെ സുനന്ദ വന്നിട്ടുണ്ട്. സുനന്ദയോ? ആ അതെ, സുഭാഷ് ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമോ? എന്താ സംസാരിക്കുന്നത്? അതറിയില്ല, അവർ തമ്മിൽ സംസാരിക്കുവാന്ന് പറയും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ സുധീഷ് ചേട്ടാ? ഏയ് നീ ഇവിടെ ടെൻഷൻ ആവണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. ഉടനെ ചോദിക്കും, എന്താ സുധീഷേ? അത് സുനന്ദ അങ്ങോട്ട് വന്ന് സുഭാഷ് ചേട്ടനോട് സംസാരിക്കുന്നു എന്ന് പറയും. അതിനെന്താ കുഴപ്പം? അവൾ യാത്ര പറയാനെങ്ങാനും വേണ്ടി വന്നേ ആയിരിക്കുമെന്ന് പറയും. ഉടനെ നികേഷ് ഹരീഷിനെ വിളിച്ച് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ സുനന്ദ പറയും, സുഭാഷ് ചേട്ടാ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ സുനന്ദേ? അത് എനിക്ക് അശ്വിനെയും കൂട്ടി ഇങ്ങോട്ട് വരണം. അത് അശ്വിനെയും വീടൊക്കെ ഇഷ്ടപ്പെടുമോ? ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, അശ്വിനുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരും, അതിന് സുഭാഷ് ചേട്ടൻ തടസ്സം പറയല്ലോ എന്ന് പറയും. നിൻ്റെ ആഗ്രഹമല്ലേ, നീ അശ്വിനെയും കൂട്ടിക്കൊണ്ട് വന്നോ, ഇനി എന്നാ എല്ലാവരെയും കാണാൻ പറ്റുന്നത്, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വിരുന്ന് തരാമെന്നൊക്കെ പറയും. ശരിയെങ്കിൽ ഞാൻ രാത്രി അശ്വിനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയും. അങ്ങനെ സുനന്ദ അങ്ങ് പോവുകയാണ്. അതിനുശേഷം ഹരീഷും സുധീഷും ഒക്കെ വീട്ടിലോട്ട് വരികയാണ്. ആ സമയം നികേഷ് വരും. ആ നീ വന്നോ, നിനക്ക് ഞാൻ ചായ ഇടാമെന്ന് പറയും. എന്തിനാ സുനന്ദ ഇങ്ങോട്ട് വന്നതെന്ന് നികേഷ് ചോദിക്കും. അത് നീ കണ്ടായിരുന്നോ അവളെ? ഞാൻ കണ്ടു, ഞാൻ ഹരീഷ് ചേട്ടനെ സുധീഷ് ചേട്ടനെ വിളിച്ച് പറഞ്ഞെന്ന് പറയും. അവൾ യാത്ര പറയാനായിട്ട് വന്നതാന്ന് പറയും. അങ്ങനെ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി അശ്വിനും സുനന്ദയ്ക്കും സുഭാഷ് വിരുന്നൊക്കെ ഒരുക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.